പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനദീപ്തി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുക റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വചനം ഇങ്ങനെയാണ് പറയുക: യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ്. അതായത് ബൈബിൾ പറയുകയാണ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങളെയും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്യമാണ്. യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ അതേ ആത്മാവിന് കരുത്തുണ്ട് എന്ന് സെന്റ് പോൾ വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, 3 കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കണം, ആത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണം. ഇതൊരു വിശുദ്ധ ജീവിതത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് എന്നും നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ 3 മേഖലകൾ നമ്മിൽ ഉണ്ട് എങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ മർത്യശരീരങ്ങളെയും ഉയർപ്പിക്കും എന്നുള്ള ഉറപ്പ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് ഏറ്റെടുക്കേണ്ട ഒരു ചിന്താവിഷയമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അതുകൊണ്ടാണ് എന്താ പറയുന്നത്, 1 കൊരിന്ത്യൻസ് 3:16 സെന്റ് പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. രണ്ടാമതായി എന്താ പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മിൽ നിലനിൽക്കണം. എഫെസ്യ ലേഖനം 1:19-20 നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമെന്ന് പറയുക എന്താണ്? ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുന്നുണ്ട്. ഹല്ലേലൂയ. പിന്നീട് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു വിശുദ്ധ ജീവിതത്തിന് ഇത് അനിവാര്യമാണ്. ഗലേഷ്യൻസ് 5:22-23 നമ്മൾ പഠിക്കുമ്പോൾ എന്താ പറയുന്നത്, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ജഡത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ചും ബൈബിള് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു വിശുദ്ധ ജീവിതത്തിന് അനിവാര്യമായ ഘടകങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക എന്നും നമ്മൾ തിരിച്ചറിയണം. ഇത് 3ഉം നമ്മുടെ ലൈഫിലൂടെ കടന്നു പോയാൽ നമുക്ക് ലഭിക്കുന്ന ഒരു ഉറപ്പ് എന്ന് പറയുന്നത് നിത്യ ജീവനിലേക്കുള്ള ഉറപ്പാണ്, അല്ലെങ്കിൽ നിത്യതയുടെ ഉറപ്പാണ്. അത് 2 കൊരിന്ത്യൻസ് 4:14 സെന്റ് പോൾ തന്നെ നമുക്ക് ഉറപ്പ് തരികയാണ്. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ യേശുവിനോടുകൂടെ ഞങ്ങളെയും ഉയർപ്പിക്കുമെന്നും ഞങ്ങളോടൊപ്പം അവിടുത്തെ സന്നിധിയിൽ കൊണ്ടുവരുമെന്നും ഞങ്ങൾ അറിയുന്നു എന്ന് പറയുകയാണ്. അതുകൊണ്ട് ഭാവിയിൽ നമുക്കൊരു പുനരുത്ഥാനമുണ്ടെന്നും യേശുക്രിസ്തുവിനോടൊപ്പം നിത്യജീവനിൽ നമ്മൾ എത്തും എന്നുള്ള ഒരു ഉറപ്പും ആത്മവിശ്വാസവുമാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ നമുക്ക് ലഭ്യമാകുക. അതുകൊണ്ട് ആത്മാവ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ചെയ്യുന്ന 4 കാര്യങ്ങൾ, അതായത് അത് നമ്മൾ എത്രമാത്രം ഉറപ്പ് നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതൊന്ന്, നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കണം. 2, ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടാകണം. ഒരു വിശുദ്ധ ജീവിതം നമ്മിൽ ഉണ്ടാകണം. അത് നമ്മളെ നിത്യജീവനിൽ എത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പും ഈ വചനത്തിലൂടെ ദൈവം തരികയാണ്. ഇത് നമുക്ക് ദൈവം തരുന്ന പ്രത്യാശയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന് ജനമേ, ഈ ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് പരിശുദ്ധാത്മാവ് തരുന്ന മറ്റു ചില മേഖലകൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. കൊളോസസിലെ സഭയ്ക്ക് സെന്റ് പോൾ ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 1-ാമത്തെ അധ്യായം 21, 22, 23 വാക്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം. ഞാനിങ്ങനെ ആ ഒരു വാക്യം നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞു തരികയാണ്. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. ഇത് നമ്മളുടെ ഒരു
എന്താ പറയുക, ഒരു ആത്മീയമായ അവസ്ഥയെ സെന്റ് പോൾ അവതരിപ്പിക്കുകയാണ്. രണ്ടാമത് പറയുകയാണ്, എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എന്നിട്ട് വചനം തുടരുകയാണ്, എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട്. പൗലോസായ ഞാൻ അതിൻ്റെ ശുശ്രൂഷകനായി എന്ന് സെന്റ് പോൾ വ്യക്തമാക്കുകയാണ്. ഇവിടെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാതലായ ഒരു കാര്യമെന്ന് പറയുക, സുവിശേഷം നമുക്ക് തരുന്ന പ്രത്യാശയിൽ നിന്ന് നമ്മൾ ഇളകരുത്. രണ്ട്, പിന്നെ എന്താ പറഞ്ഞത്, സുവിശേഷം തരുന്ന ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ വഴി നടത്തും. കാരണം ഈ സുവിശേഷത്തിന് രണ്ട് മേഖലകളായി നമ്മളിതിനെ ഒന്ന് തരം തിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമ്മൾ ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരായിരുന്നു, ദുഷ്പ്രേരണ വഴി ശത്രുതയിലൂടെ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ എന്താ പറയുക സെന്റ് പോൾ തന്നെ പറഞ്ഞു വെച്ചു. അപ്പം സുവിശേഷം തരുന്ന പ്രത്യാശയിൽ നിന്ന് നമ്മൾ ഇളകരുത്. സുവിശേഷം തരുന്ന പ്രത്യാശ നമ്മുടെ മുമ്പിൽ രണ്ട് വിധത്തിലാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, സുവിശേഷത്തിനൊരു പൂർവ്വകാല അനുഭവമുണ്ട്, ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് നമുക്കതിൽ മനസ്സിലാക്കുവാൻ പറ്റും. അതുപോലെ തന്നെ ഈ സുവിശേഷത്തിന് ഒരു ഭാവി കാല പ്രത്യാശ നമുക്ക് തരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ, പൂർവ്വകാലം എന്ന് പറയുക അതൊരു ത്യാഗത്തിൻ്റെ, വേദനയുടെ ഒക്കെ കാലഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം അത് തികച്ചും വേദനാജനകമായ ഒരു കാലഘട്ടമായിരുന്നു. രക്തം ചൊരിഞ്ഞ അനുഭവം നമുക്കവിടെ കാണുവാൻ പറ്റും. നിന്ദയുടെ അല്ലെങ്കിൽ ഒരു അടിയുടെ, ഒറ്റപ്പെടലിൻ്റെ അല്ലെങ്കിൽ ഒരു ആരുമില്ലാത്ത, ന്യായം കിട്ടാതെ കടന്നുപോയ പ്രതികൂലത്തിൻ്റെ അനുഭവം നമുക്കതിനകത്ത് കാണുവാൻ പറ്റുന്നുണ്ട്. അതുപോലെ കുരിശുമരണത്തിൻ്റെ വേദന നമുക്ക് പൂർവ്വകാലഘട്ടം നമുക്ക് തരുന്നുണ്ട്. ഈ അനുഭവം നമ്മൾ ഓർക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ അനുഭവം ഓർത്ത് നമ്മൾ വേദനിക്കാറുണ്ട്. അല്ലെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലക്ക് വാങ്ങിയ ഒരു സ്നേഹം ഈ പൂർവ്വകാലഘട്ടത്തിൽ നമുക്ക് കാണുവാൻ പറ്റും. അതിനെ ഓർത്ത് നമ്മൾ പാട്ടുപാടാറുണ്ട്, ദൈവത്തെ വാഴ്ത്തി ആരാധിക്കാറുണ്ട്, സ്തുതിക്കാറുണ്ട്. ഇതെല്ലാം ഒരു പൂർവ്വ കാലഘട്ടത്തിൻ്റെ എന്താ പറയുക ഒരു മേഖലയാണ്. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? അവർ ഒരു നവ്യഗാനം ആലപിച്ചു, പുസ്തകച്ചുരുൾ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതയിലും രാജ്യത്തിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു എന്നാണ് യോഹന്നാൻ ശ്ലീഹ എഴുതി വെച്ചിരിക്കുക. എന്ന് വെച്ചാൽ ക്രൂശിലെ ഒരു അനുഗ്രഹം ഓർക്കാത്ത ഒരു വിശ്വാസി പോലും ഈ ലോകത്തിലില്ല. എന്നാൽ യേശുക്രിസ്തു നമുക്ക് തരുന്ന ഈ ക്രൂശിൻ്റെ പ്രത്യാശയെ ഓർത്ത് മുന്നോട്ട് പോകുന്ന വിശ്വാസികൾ എന്ന് കുറവാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്രൂശ് അല്ലെങ്കിൽ ക്രൂശിലെ കാൽവരിയിലെ അനുഗ്രഹം ഓർക്കാത്ത ഒരു വ്യക്തി പോലും അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ വിശ്വാസി പോലും ഈ ലോകത്ത് കാണത്തില്ല. എന്നാൽ ഈ ക്രൂശ് നമുക്ക് തരുന്ന ഒരു പ്രത്യാശയെക്കുറിച്ച് ഓർത്ത് ജീവിതം ക്രമീകരിച്ച് മുന്നോട്ട് കടന്നു പോകുന്ന വിശ്വാസികൾ ഇന്ന് കുറവാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രൂശിലെ വേദനയോർത്ത് കരയുന്നതല്ല ഇമ്പോർട്ടൻ്റ്, ക്രൂശിലെ പ്രത്യാശ തരുന്ന ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ ജീവിതം മുന്നോട്ട് എന്താ പറയുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത് എന്ന് ബൈബിൾ വ്യക്തമാക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 1:22-23 വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ കാരണം ഈ ക്രൂശിലെ പ്രത്യാശയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം.
വീണ്ടും 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ സെന്റ് പോൾ പറയുന്നു, സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാക്കുവിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല, നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് മാത്രം അറിഞ്ഞാൽ മതി എന്ന്, മറ്റൊന്നും അറിയണ്ട എന്ന തീരുമാനമെടുക്കുവാൻ കാരണം ക്രൂശിലെ പ്രത്യാശയാണ് എന്ന് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ തിരിച്ചറിയണം. ഈ പ്രത്യാശ നഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും എന്ന് തിരിച്ചറിയുക. ഇന്ന് വിശ്വാസികൾ കുറയുകയാണ്, അല്ലെങ്കിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോയ ജനം എന്തിനൊക്കെയോ വേണ്ടി ലോകത്തിലൂടെ ഓടുകയാണ്. കാരണം കുരിശിൻ്റെ വഴി ചൊല്ലുമ്പോൾ കരയുന്ന ഒരു ജനം, എന്താ പറയുക, അല്ലെങ്കിൽ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ കാണുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണവും ആ പീഡാസഹനങ്ങളും ഒക്കെ കാണുമ്പോൾ കരയുന്ന ഒത്തിരി പേരെ നമുക്ക് കാണുവാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ഈ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ ജിം കവിയൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു യേശുക്രിസ്തുവായി അഭിനയിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നീടുള്ള കാലഘട്ടം എടുത്താൽ അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റായി മാറിയെന്നും ഒരു ഓപ്പൺ ഹാർട്ട് സർജറിയിലൂടെ കടന്നുപോയി എന്നുമൊക്കെ നമുക്ക് വായിക്കുവാൻ ഇടയായി. അതിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുന്ന ഒരു സീനിൽ ഒരടി പുള്ളിക്ക് ലഭിക്കുകയും പിന്നീട് ബോധം കെട്ടുപോയ വ്യക്തി 3 മാസത്തോളം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു എന്നുമൊക്കെ നമുക്ക് വായിക്കുവാൻ പറ്റും. കാരണം ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സങ്കടം തോന്നും, ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമൊക്കെ തോന്നിയാലും സുവിശേഷം യഥാർത്ഥത്തിൽ യേശുക്രിസ്തു ഏറ്റെടുത്ത ആ സുവിശേഷത്തിൻ്റെ, അല്ലെങ്കിൽ ആ കുരിശുമരണത്തിൻ്റെ, നമുക്ക് നിത്യജീവൻ തരുവാൻ വേണ്ടി യേശുക്രിസ്തു ഏറ്റെടുത്ത വേദനയുടെ ആ ഒരു ഡെപ്തിലേക്ക് നമുക്ക് പോകുവാനോ ആ പ്രത്യാശയിൽ ജീവിക്കുവാനോ ഇന്ന് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ ജനമേ, ഈ സത്യം തിരിച്ചറിയുവാൻ സാത്താനിക മണ്ഡലങ്ങൾ നമ്മളെ സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സത്യമെന്ന് പറയുക. ഇവിടെ സുവിശേഷം നമുക്ക് തരുന്ന പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? ഹല്ലേലൂയ. ആ പ്രത്യാശ എന്തെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ അതിൽ നിന്നും വ്യതിചലിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. നമ്മൾ 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ബൈബിൾ ഇങ്ങനെ പറയുകയാണ്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്നത് വ്യർത്ഥമാണ് എന്ന് സെന്റ് പോൾ പറയുവാൻ കാരണം യേശുക്രിസ്തു ഉയർത്തു എന്നത് തന്നെയാണ് നമ്മളുടെ പ്രത്യാശ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ പ്രത്യാശ പോയിന്റ് നമ്പർ 1, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നതാണ് നമ്മുടെ പ്രത്യാശ. നമുക്കറിയാം, യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സമയം മുതൽ കുരിശു മരണം വരെ ജനം യേശുക്രിസ്തുവിൻ്റെ പുറകെ നടന്ന് കരയുന്ന ഒരു ജനത്തെ നമുക്ക് കാണുവാൻ പറ്റും. അരിമത്തേക്കാരൻ ജോസഫിൻ്റെ കല്ലറയിൽ യേശുക്രിസ്തുവിൻ്റെ ശരീരം അടക്കി 3-ാമത്തെ ദിവസം കല്ലറ ഭേദിച്ച് യേശുക്രിസ്തു പുറത്ത് വരുമ്പോൾ ആ പ്രത്യാശ ഇന്ന് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിയണം. ഹല്ലേലൂയ. അതുകൊണ്ട് യേശുക്രിസ്തു താൻ കുരിശുമരണത്തിലൂടെ കടന്നു പോകുമെന്നും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നും ഒക്കെ സുവിശേഷത്തിൽ പല ഭാഗത്തും നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. ഞാൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അപമാനിക്കപ്പെടുമെന്നും അവരെന്നെ ക്രൂശിക്കുമെന്നും, എന്നാൽ 3-ാമത്തെ ദിവസം 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും എന്നുമൊക്കെ യേശുക്രിസ്തു ഉറപ്പോടുകൂടി പറയുന്നുണ്ട്. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 21 പീഡാനുഭവത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചും ഒക്കെയുള്ള 1-ാമത്തെ പ്രവചനം നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രവചനങ്ങൾ അതിനകത്ത് നിരവധി തവണ സുവിശേഷത്തിൽ നമുക്കത് കാണുവാൻ പറ്റും. അവരെന്നെ കൊല്ലുമെന്നും അവരെന്നെ അടിക്കുമെന്നും അവരെന്നെ തുപ്പുമെന്നും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നുപോയി കണ്ടു അല്ലേ. യേശുക്രിസ്തുവിനെ അവർ അടിച്ചു, യേശുക്രിസ്തുവിന്റെ മുഖത്ത് അവർ തുപ്പി, താടിമീശ വലിച്ചു പറിച്ചു, എല്ലാം മുൾക്കിരീടവും കുരിശുമരണവും ഒക്കെ കണ്ടു. ഇതെല്ലാം കാണുമ്പോഴും 3-ാമത്തെ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ നമുക്ക് തന്നിട്ടാണ് യേശുക്രിസ്തു കടന്നുപോയത്. മരണത്തിൻ്റെ കെട്ടുകളെ പൊട്ടിച്ച് 3-ാമത്തെ ദിവസം യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്നു എങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, നമ്മുടെ ജീവിതത്തിലും നമ്മളും
ഉയർത്തെഴുന്നേൽക്കും. യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച അതേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മളുടെ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ ഇന്ന് നമ്മൾ മുന്നോട്ട് കടന്നു പോകണം. ഇതാണ് നമ്മുടെ പ്രത്യാശ എന്ന് പറയുക. അതുകൊണ്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവർ നമ്മളെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളും ഈ പ്രതികൂലങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വന്ന് നമ്മളെ മാനസികമായി തകർക്കുമായിരിക്കും. പക്ഷേ നമ്മൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാതെ ആ വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ നമ്മളെ ദൈവം ഉയർപ്പിക്കും. കാരണം എന്താണെന്നറിയാമോ? ബൈബിള് പറയുന്ന ഒരു പോയിന്റ് നമ്മളിവിടെ മനസ്സിലാക്കണം. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് എന്താ പറയുന്നത്? ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും നിർമ്മലരും കുറ്റമറ്റവരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഈ 3 കാര്യങ്ങൾ നമ്മളെ എന്ത് ചെയ്യണം? നമ്മളെ പരിശുദ്ധരാക്കണം, നമ്മളെ കുറ്റമറ്റവരാക്കണം, നമ്മളെ നിർമ്മലരാക്കണം. ഈ 3 പ്രോസസ്സിലൂടെ നമ്മൾ കടത്തി വിടണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ആ വലിയ ബലത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, എന്താ പറയുന്നത്? നമ്മുടെ ജീവിതത്തിൽ രണ്ടാമത്തെ പ്രത്യാശ എന്ന് പറയുക യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന ഒരു ഉറപ്പാണ്. അത് എബ്രായ ലേഖനം 7-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കുവാൻ പറ്റും. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒരു കാര്യം നമ്മൾ ഓർക്കുക. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ യേശുക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഇരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമാക്കുകയാണ്. തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് എബ്രായ ലേഖനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ലോക ചരിത്രത്തിൽ തുറന്നു കിടക്കുന്ന ഒരു കല്ലറ ഉണ്ടെങ്കിൽ അത് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ കല്ലറ മാത്രമാണ്. ഇന്നലെയും ഇന്നും എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് സംസാരിക്കുന്നുണ്ട്, മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. യേശുക്രിസ്തു ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുമെന്ന ഉറപ്പ് എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ആ പ്രത്യാശ നമ്മളെ മുന്നോട്ട് നടത്തും. പോയിന്റ് നമ്പർ 1, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് നമ്മുടെ പ്രത്യാശയാണ്. യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നത് നമ്മുടെ പ്രത്യാശയാണ്. പിന്നീട് വീണ്ടും എന്താ പറയുക, മാധ്യസ്ഥം വഹിക്കുന്നു എന്ന സത്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യത്തിലൂടെ നമ്മൾ കടന്നു പോയാൽ അവിടെ നമുക്ക് കാണാൻ പറ്റും. അവൻ മരിച്ചവനായിരുന്നു, ഉത്ഥാനം ചെയ്തു, സ്വർഗാരോഹണം ചെയ്തു, പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുന്നുണ്ട്. മൂന്നാമത്തെ നമ്മുടെ പ്രത്യാശ എന്ന് പറയുക നമ്മളും ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളതാണ്. ഹല്ലേലൂയ. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നത് നമ്മുടെ ഒന്നാമത്തെ പ്രത്യാശ. രണ്ടാമത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്നത് നമ്മുടെ പ്രത്യാശ. മൂന്നാമത് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ളത് ദൈവം നമുക്ക് തരുന്ന ഒരു ഉറപ്പാണ്, പ്രത്യാശയാണ്. അതൊന്ന് കൊരിന്ത്യൻസ് 15-ാം അധ്യായം 50-51 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോയാൽ, സഹോദരരെ, ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയുന്നു, നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല. അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണുമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്ന് വചനം വ്യക്തമാക്കുകയാണ്. പഴയ നിയമത്തിലെ വിശുദ്ധർ ഇത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അവർ മനസ്സിലാക്കിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ഇതൊരു രഹസ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നാം ഒരിക്കലും മരിക്കത്തില്ല എന്നുള്ള ഉറപ്പ് ദൈവവചനം നമുക്ക് തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. എപ്പോഴാണ്? അവസാന
കാഹളം മുഴങ്ങുന്ന സമയം, ഇമ വെട്ടുന്ന നേരം കൊണ്ട് ഇവിടെ അത്ഭുതം നടക്കും. എന്ന് വെച്ചാൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കുമെന്ന് ബൈബിള് വ്യക്തമാക്കുകയാണ്. 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം അതിൻ്റെ 52 തൊട്ട് 56 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കടന്നു പോയാൽ, നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു, എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും എന്ന് വചനം വ്യക്തമാക്കുകയാണ്. പിന്നീട് ഇങ്ങനെ പറയുന്നു, മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണത്തിൻ്റെ ദംശനം പാപവും പാപത്തിൻ്റെ ശക്തി നിയമവുമാണ്. ഇതുപോലെ എന്താ പറയുക, ഒരു പ്രത്യാശയുള്ള ഒരു ജനം, നമ്മളെപ്പോലെ പ്രത്യാശയുള്ള ഒരു ജനം പ്രിയപ്പെട്ടവരെ വേറെ ഇല്ല. കാരണം ഉയർത്തെഴുന്നേൽക്കുമെന്നും ക്രിസ്തുവിനോടൊപ്പം ജീവിക്കുമെന്നുമുള്ള ഉറപ്പ് ദൈവം നമുക്ക് തരുമ്പോൾ ലോകത്തിൽ പ്രത്യാശയുള്ള ഒരു ജനമാണ് നമ്മളെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ. പക്ഷെ ഒരു ചോദ്യമുണ്ട്, ഈ പ്രത്യാശ അനുസരിച്ചിട്ടാണോ ഇന്ന് നമ്മൾ ജീവിക്കുക? ഈ ലോകത്തിൽ എന്താ പറയുന്നത്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പ്രിവിലേജ് മറ്റൊരാൾക്ക് പോലും ലഭിച്ചിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഈ പ്രത്യാശയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ മുന്നോട്ട് കടന്നു പോകരുത്. ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ സ്വയം ഒരു ആത്മപരിശോധന നമ്മൾ നടത്തണം. നമ്മളുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിയുന്ന ഒരു ദൈവം ഇന്ന് നമ്മളെ വിളിക്കുകയാണ്. കാരണം നമ്മൾ ഒരിക്കൽ എന്തായിരുന്നു? ദൈവത്തിൽ നിന്നും അകന്ന് ജീവിക്കുന്നവരായിരുന്നു. ദുഷ്പ്രവൃത്തികൾ വഴി നമ്മുടെ ജീവിതം ഒരു പാപത്തിൻ്റെ അടിമത്തത്തിലായിരുന്നു. എന്നാൽ ദൈവം യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ നമ്മളെ നിർമ്മലരും കുറ്റമറ്റവരും എന്താ പറയുക, ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെ വിശുദ്ധരുമാക്കി നിർത്തുവാൻ യേശു തൻ്റെ ശരീരത്തിൽ ആ സകല പാപ സാഹചര്യങ്ങളെയും ഏറ്റെടുത്ത് നമ്മളെ വിശുദ്ധീകരിക്കുകയാണ്. റോമാലേഖനം 8:29 ബൈബിള് പറയുന്നൊരു വാക്യം ഇങ്ങനെയുണ്ട്, തൻ്റെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് മുൻകൂട്ടി അറിഞ്ഞവരെ അവൻ എന്താ പറയുക, മുൻകൂട്ടി അറിഞ്ഞവരെ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് ചേർത്ത് വെച്ചു. പ്രിയപ്പെട്ടവരെ, ആ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക്, പുത്രൻ ദൈവമായതുകൊണ്ട് ദൈവത്തിൻ്റെ സാദൃശ്യമാണ് പാപത്തിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതെങ്കിൽ ക്രിസ്തുവിലൂടെ നമുക്കത് ദൈവം തിരികെ തരുവാണ്. യേശുക്രിസ്തുവിൽ 100% ദൈവത്വവും 100% മനുഷ്യത്വവും നിറഞ്ഞു നിൽക്കുന്നു. നമ്മിൽ മനുഷ്യത്വം മാത്രമാണ്. നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ, യേശുക്രിസ്തു കുരിശുമരണം നമുക്ക് വേണ്ടി കാൽവരിയിൽ ഏറ്റെടുത്ത കുരിശുമരണത്തെ നമ്മൾ ഏറ്റെടുത്ത് എന്താ പറയുക, തിരുച്ചോരത്തുള്ളികളാൽ നമ്മുടെ പാപത്തെ കഴുകി വിശുദ്ധീകരിച്ച് ക്രിസ്തുവിലേക്ക് നമ്മളൊരു അനുരഞ്ജനത്തിലേക്ക്, ക്രിസ്തുവിലേക്ക് നമ്മൾ മേർജാകുമ്പോൾ യേശുക്രിസ്തുവിൽ നമ്മുടെ മനുഷ്യത്വം ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിലൂടെ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലേക്ക് ചേർന്ന് നമ്മൾ യേശുക്രിസ്തുവിലേക്ക്, ക്രിസ്തുവിൻ്റെ നെഞ്ചിലൂടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ ചേരുകയാണ്. അതുകൊണ്ട് നമ്മുടെ പാപ സ്വഭാവത്തെ മുഴുവൻ ഉപേക്ഷിച്ച് നമ്മുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ കരുത്തുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് തിരികെ വരുവാൻ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഇന്ന് കർത്താവിൻ്റെ മടങ്ങിവരവ് സാധ്യമായാൽ, ഇന്ന് കാഹളം മുഴങ്ങിയാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഇന്ന് യാഥാർത്ഥ്യമായാൽ ഇന്ന് നമ്മൾ രൂപാന്തരം പ്രാപിക്കുമോ എന്നൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾ ചോദിക്കണം. കാരണം എന്തൊക്കെ ഈ ലോകത്ത് നമ്മൾ നേടിയാലും അതൊന്നും നമ്മളെ തേടി വരികയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. നിത്യതയ്ക്ക് നിങ്ങൾ വില കൊടുക്കണം. നിത്യജീവൻ എന്ന് പറയുക യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്കല്ലാതെ അത് ലഭ്യമാകത്തില്ല എന്ന സത്യം ബൈബിൾ നമ്മൾ പറയുമ്പോൾ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മളുടെ മർത്യശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ അതിന് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ പ്രത്യാശ എന്ന് പറയുക, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. 2, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. 3, നാം ഉയർത്തെഴുന്നേൽക്കും. 4, യേശുക്രിസ്തു മടങ്ങി വരും. അതുകൊണ്ട് ആ വലിയ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മാറ്റിവെക്കുക. ഈ ലോകം എന്താ പറയുക, നമുക്കൊരു സന്തോഷവും തരത്തില്ല. ഈ ലോകത്തിൽ നിങ്ങളൊന്നും പ്രതീക്ഷിക്കുകയും ചെയ്യരുത്. യേശുക്രിസ്തുവിൽ മാത്രമാണ് പ്രിയപ്പെട്ട ദൈവത്തിനമേ നിത്യമായ രക്ഷ നിലനിൽക്കുക. അതുകൊണ്ട് ദൈവവചനത്തിലേക്ക് നിങ്ങൾ തിരികെ വരിക, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലേക്ക് തിരികെ വരിക. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.